ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് മാർജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് മാർജിനിൽ കസ്റ്റം മാർജിൻ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ മെനു ബാറിൽ പോയിട്ട് മാർജിനിൽ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. മാർജിനിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം മാർജിൻ എടുക്കാം. കസ്റ്റം മാർജിൻ എടുക്കുമ്പോൾ നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ മാർജിൻ നമുക്ക് കാണാം, ടോപ്പ് മാർജിൻ. നമുക്ക് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരോ മാർക്ക് കാണും, അപ്പ് ആരോ ഉണ്ടാവും, ഡൗൺ ആരോ ഉണ്ടാവും. അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് വരും, ഡൗണിലാണ് ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ ഡിക്രീസ് ചെയ്ത് വരും. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ പേജിന്റെ മാർജിൻ എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാനിപ്പോൾ ഒരു 1.8 സെന്റിമീറ്റർ സെറ്റ് ചെയ്തു ടോപ്പ് മാർജിൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് മാർജിൻ ഒരു 2 സെന്റിമീറ്റർ സെറ്റ് ചെയ്തു. ബോട്ടം മാർജിൻ ഒരു 1 സെന്റിമീറ്റർ, റൈറ്റ് മാർജിൻ ഒരു 1 സെന്റിമീറ്റർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർജിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അറിയാനായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഓഫീസ് ബട്ടണിൽ പോയിട്ട് വേഡ് ഓപ്ഷൻ എടുക്കുക. അഡ്വാൻസ്ഡ് ടാബിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ഷോ ഡോക്യുമെന്റ് കണ്ടന്റ് എടുക്കുക, ഷോ ടെക്സ്റ്റ് ബൗണ്ടറീസ് കൊടുക്കാം, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, റൈറ്റ് മാർജിൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഓഫ് ആക്കിയിടണമെങ്കിൽ വേഡ് ഓപ്ഷനിൽ തന്നെ പോയിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ടാബിൽ പോയിട്ട് ഡോക്യുമെന്റ് കണ്ടന്റിൽ ഷോ ഡോക്യുമെന്റ് കണ്ടന്റിൽ ഷോ ടെക്സ്റ്റ് ബൗണ്ടറീസ് ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കസ്റ്റം മാർജിനിൽ തന്നെ നമുക്ക് എടുക്കാം. കസ്റ്റം മാർജിൻ എടുത്തതിന് ശേഷം പേജ് സെറ്റപ്പും ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം ഗട്ടർ എന്ന് കാണും. ഗട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് പേജുകൾ പ്രിന്റ് എടുത്തതിന് ശേഷം ബൈൻഡ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാർജിൻ കറക്റ്റായിട്ട് കിട്ടില്ല. ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് പോകും. അപ്പോൾ നമുക്ക് അവിടെ ഗട്ടർ മാർജിൻ സെറ്റ് ചെയ്ത് വെക്കാം. ബൈൻഡിങ്ങിനായിട്ട് നമുക്ക് ഗട്ടർ മാർജിൻ സെറ്റ് ചെയ്ത് വെക്കാം. സാധാരണ നമ്മൾ 0.5 സെന്റിമീറ്റർ ആണ് ഗട്ടറായിട്ട് സെറ്റ് ചെയ്യാം. ഗട്ടറിന് പൊസിഷൻ നമുക്ക് ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് കൊടുക്കാം, ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് കൊടുക്കാം. നമുക്ക് പ്രിവ്യൂ നോക്കിയാൽ കാണും, ടോപ്പിലാണ് ബൈൻഡിങ് വന്നിരിക്കുന്നത്, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ്. എത്രയാണ് ഗട്ടറിന്റെ മാർജിൻ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗട്ടർ മാർജിൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ മാർജിൻ, ഫേസിങ് പേജസ് ആണ് വരുന്നതെങ്കിൽ മിറർ മാർജിൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ മാർജിനിൽ പോയിട്ട് നമുക്ക് മിറർ മാർജിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക്ലെറ്റ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ മാർജിൻ സെറ്റ് ചെയ്ത് വെക്കാം. ഇൻസൈഡ് മാർജിൻ എത്രയാണോ അത് കസ്റ്റം മാർജിനിൽ എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. മിറർ മാർജിൻ ഇവിടെ താഴെ കാണും, പേജസ്, മൾട്ടിപ്പിൾ പേജസ് എന്ന് പറഞ്ഞിട്ട് കാണും. അതിൽ നമുക്ക് മിറർ മാർജിൻ എടുക്കാം. ഇനി അതിൽ തന്നെ നമുക്ക് 2 പേജസ് പെർ ഷീറ്റ് കൊടുക്കാം. ബുക്ക് ഫോൾഡ് ആണെങ്കിൽ ബുക്ക് ഫോൾഡ് കൊടുക്കാം. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പേജ് ഓപ്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഷീറ്റ് ബുക്ക്ലെറ്റിലെ ഷീറ്റ്സ് പെർ ബുക്ക്ലെറ്റ് ഓൾ കൊടുക്കാം, 4 കൊടുക്കാം. എത്ര പേജാണ് വരുന്നതെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. 8 പേജ് ആണെങ്കിൽ 8 പേജ്, 12 എത്രയാണെങ്കിൽ നമുക്ക് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓട്ടോ ആണെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇവിടെ നമുക്ക് എത്ര സെറ്റ്, ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, ഇൻസൈഡ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ ഒക്കെ, ഔട്ട്സൈഡ് മാർജിൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഗട്ടർ ഉണ്ടെങ്കിൽ ഗട്ടർ എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബുക്ക്ലെറ്റ് ആയിട്ട് നമ്മുടെ മാർജിൻ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ മാർജിനിൽ നമുക്ക് കസ്റ്റം മാർജിനിൽ വരുന്നത്. കസ്റ്റം മാർജിൻ ഓപ്പൺ ചെയ്ത് പേജ് സെറ്റപ്പ് എടുക്കുക.
പേജ് സെറ്റപ്പിൽ നമ്മുടെ മാർജിൻ എന്താണ്, ഏത് ടൈപ്പ് മാർജിനാന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് പേജ് ഓറിയന്റേഷനെ കുറിച്ച് പഠിക്കാം.